ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ആൻഡ് എനർജിയും ഗ്രാവിറ്റേഷനും ആയിരിക്കും കേട്ടോ. വർക്ക് ആൻഡ് എനർജിയും ഗ്രാവിറ്റേഷനും ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെ നമ്മൾ ടോപ്പിക്സുകൾ, അതായത് ഇതിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ പ്രോബ്ലംസുകളായിരിക്കും മാക്സിമം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സാർ ഒരു മിനിറ്റ്, ഇതല്ല കേട്ടോ, ഈ സ്ലൈഡ് അല്ല, ഒരു മിനിറ്റ്. ഈ വർക്ക് ആൻഡ് എനർജിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ ഫാക്ടേഴ്സ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പഠിച്ചത്? വർക്ക് എന്താണെന്ന് പഠിച്ചു, എനർജി എന്താണെന്ന് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജികളെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതായിരുന്നു നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് അല്ലേ. കൈനറ്റിക് എനർജി എന്തായിരുന്നു? ഇക്വേഷൻ ഹാഫ് mv² ആണ്. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? P mgh ആയിരുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. പിന്നെ എക്സ്ട്രാ പഠിച്ചതായിരുന്നു പവറിനെ പറ്റി അല്ലേ. അതായത് എനർജി ഡിവൈഡ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പവർ കണ്ടുപിടിക്കാൻ പഠിച്ചത്. ഓക്കെ അല്ലേ. ഇനി ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് എന്തായിരുന്നു? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ എന്താണെന്ന് പഠിച്ചു അല്ലേ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ എന്താണെന്ന് പഠിച്ചു. അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആയിരുന്നു എന്ത്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ F = gm/r² അല്ലേ. ആണോ? യെസ്. പിന്നെ പഠിച്ചായിരുന്നു ഫ്രീ ഫാൾ എന്താണെന്ന് പഠിച്ചു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, അതിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. സ്മോൾ g = gm/r² എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, ദെൻ പിന്നെ പഠിച്ചായിരുന്നു പ്രഷർ, ഡെൻസിറ്റി എന്നുള്ള രണ്ട് ടേമുകൾ അല്ലെ. പ്രഷർ, ത്രസ്റ്റ്, ഡെൻസിറ്റി അല്ലെ. ഈ മൂന്ന് ടേമുകളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? അറിയാമെങ്കിൽ ഒന്ന് എഴുതി കാണിച്ചേ. യെസ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ഓൺ ദ സ്ക്രീൻ, പെട്ടെന്ന് എഴുതി കേട്ടോ. A constant force of 10 Newton displaces an object through 2 meter in the direction of the force. 2 meter in the direction of the force. Calculate the work. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട് 2 മീറ്റർ, എന്താ 2 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? ആരാ വിളിക്കുക? വേദാന്ത് അൺമ്യൂട്ട് ചെയ്യൂ. വേദാന്ത്. W = F × S അല്ലേ. നമ്മളുടെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് W = F × S അല്ലേ. ആണോ? യെസ്. ഇതിൽ ഫോഴ്സ് എത്രയാണ് നോക്കണത്? ഫോഴ്സ് തന്നിരിക്കുന്നത് 10 ന്യൂട്ടൺ ആണ്. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നത് 2 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് S = 2 മീറ്റർ അല്ലേ. അപ്പൊ ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ. ദാറ്റ്സ് ഈക്വൽ ടു 10 × 2. ആൻസർ വരുന്നത് 20 യൂണിറ്റ് ജൂൾ അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്കിന്റെ ഇക്വേഷൻ W = F × S, ദെൻ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആയിരിക്കും. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ സ്ക്രീനിൽ കാണിച്ചു. ഇത് കഴിഞ്ഞവർക്ക് അത് എഴുതിയെടുക്കാം. നമുക്ക് ഇന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു രണ്ട് ചാപ്റ്ററിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If the mass of the one of the object is doubled and the distance between two objects is tripled, how does the gravitational force change? പെട്ടെന്ന് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? ആരാ പറയാ? ഇക്വേഷൻ ആര് പറഞ്ഞുതരും? ഇക്വേഷൻ ആര് പറഞ്ഞുതരും? നഷ്ഫ. നഷ്ഫ അൺമ്യൂട്ട് ചെയ്യൂ. നഷ്ഫ, ഹായ് നഷ്ഫ, ഗുഡ് ഈവനിങ്. യെസ്. നഷ്ഫ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും? പറഞ്ഞു തരൂ. വേഗം പറയൂ, വേഗം പറയൂ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? നഷ്ഫ കേൾക്കുന്നില്ലേ? ഏത് ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അത് പറഞ്ഞേ. പോയി. നഷ്ഫക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളിലേക്ക് പോവാം. ഗിഫ്റ്റി അൺമ്യൂട്ട് ചെയ്യൂ. ഗിഫ്റ്റി, ഗിഫ്റ്റി അൺമ്യൂട്ട് ചെയ്യൂ. ഗിഫ്റ്റി, ഹായ് ഗിഫ്റ്റി, ഗുഡ് ഈവനിങ്. യെസ് ഗിഫ്റ്റി, നമ്മൾ ഏത് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് വേഗം പറയൂ, വേഗം പറയൂ. അയ്യോ നോക്കട്ടെ എന്നാ, നോക്കാനില്ല. നമ്മള് ഏതാണിത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലോ ഇക്വേഷൻ. നമ്മൾ ഏതാ പഠിച്ചേക്കാം? വേഗം പറ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. 10 seconds. ജി ജി എം എം ബൈ ആർ സ്ക്വയർ. ഇത്രേ ഉള്ളൂ കേട്ടാ. ജി എം എം ബൈ ആർ സ്ക്വയർ അല്ലേ? ഇതില് എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലോ ഇക്വേഷൻ ജി എം എം ബൈ ആർ സ്ക്വയർ അല്ലേ? എം ഒരു മാസ്, സ്മോൾ എം വേറൊരു മാസ് അല്ലേ? അങ്ങനെ പറഞ്ഞേക്കണം അല്ലേ? ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം, ഇഫ് mass of the one of the object is doubled and the distance between two objects is tripled, how does the gravitational force change? അതായത് ഇനീഷ്യലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതാണ്, എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി പറഞ്ഞേക്കണം എന്തൊക്കെ ചേഞ്ചുകളാണ്? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ചേഞ്ച് ചെയ്തു എന്നാണ്. എത്രയായിട്ടാണ് ചേഞ്ച് ചെയ്തത്? നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്മോൾ എം ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്മോൾ എം എത്രയായിട്ട് ചേഞ്ച് ചെയ്തു എന്നാ പറയുന്നത്? ആരാ പറയാ? അടുത്ത ആളെ വിളിച്ചു സാറേ. പ്രണവ് പറയൂ. പ്രണവ്, സ്മോൾ എം എത്രയായിട്ട് ചേഞ്ച് ചെയ്തു? ഡബിൾ ആയി അല്ലേ? അത് 2m ആയി. ഡബിൾഡ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ദ ആ മാസ്, സെയിം മാസ് കേട്ടോ. ഓരോ ഒബ്ജക്റ്റിന്റെ മാസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, മറ്റേ ഒബ്ജക്റ്റിന്റെ മാസ് അത് തന്നെയാണ് കേട്ടോ. ക്ലിയർ? യെസ്. എം ചേഞ്ചസ് ടു 2m ആയി. ദെൻ പിന്നെ അടുത്ത ചേഞ്ച് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് ട്രിപ്പിൾഡ്. ഏതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സിൽ? ഇതിനകത്ത് ഏതാ ആ ടൈം? ഏതാ? ആറാണ് ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കേട്ടോ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? അപ്പൊ ഈ അട്രാക്റ്റീവ് ഫോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആ രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസ്, പിന്നെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? അത് ട്രിപ്പിൾഡ് ആയി എന്ന് പറഞ്ഞാൽ ആർ എന്തായി ചേഞ്ച് ചെയ്തു? 3r ആയിട്ട് ചേഞ്ച് ചെയ്തു. ക്ലിയർ ആണെങ്കിൽ കൈവീശി കാണിക്കാം. ഇതാണ് ഇതിൽ വരുത്തിയാണ് ചേഞ്ചസ്. അപ്പൊ ഈ ചേഞ്ചസുകൾ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? പുതിയ ഫോഴ്സ് ആയിരിക്കില്ലേ? വാല്യൂ മാറില്ലേ? മാറുമെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ അല്ലേ? അപ്പൊ പുതിയ ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ എഫ് ഡാഷ് എന്ന് കൊടുക്കുന്നു. പുതിയ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ
മുമ്പുണ്ടായ ഫോഴ്സ് ആണ്. ഇതിൽ നമ്മൾ ചേഞ്ച് വരുത്തി കൊടുത്ത ഫോഴ്സിന് ഞാൻ എഫ് ഡാഷ് എന്ന് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എന്തൊക്കെയാണ്? ജി മാറോ? അല്ല പറയാ, അടുത്ത ആൾ വിളിച്ചോ സാറേ. അശ്രിയ പറഞ്ഞു. അശ്രിയ ജി മാറോ? ഇല്ല. അപ്പൊ ജി അങ്ങനെ തന്നെ എഴുതും. ദെൻ ക്യാപിറ്റൽ എം മാറോ? ചേഞ്ച് ഇല്ല, അതങ്ങനെ തന്നെ നിൽക്കും. ദെൻ സ്മോൾ എം എന്തായി? 2m ആയി. ഓക്കെ. ദെൻ ഡിവൈഡ് ബൈ ആർ എന്തായി? 3r ഹോൾ സ്ക്വയർ. മനസ്സിലായ? 3r ആയിട്ടാണ് ചെയ്തേക്കണം. അപ്പൊ മൊത്തം കാര്യം മാറി കേട്ടാ. 3r ഹോൾ സ്ക്വയർ എടുക്കണം, 6 മാത്രം സ്ക്വയർ ചെയ്താൽ പോരാ. ക്ലിയർ ആയെങ്കിൽ കൈവശി കാണിക്കാം. നമുക്കിതൊന്ന് വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ജി എം എം ബൈയിൽ ഈ 2 ഞാൻ ഈ അറ്റത്ത് കൊണ്ട് എഴുതിക്കോട്ടെ, എഴുതാമെങ്കിൽ കൈവശി കാണിക്കാം. യെസ്. അപ്പോൾ 2 ഞാൻ ആദ്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി ജി ഉണ്ട്, എം ഉണ്ട് അല്ലെ. മൾട്ടിപ്ലൈ ചെയ്താക്കണേ 2 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആദ്യം എഴുതിയാലും അവസാനം എഴുതിയാലും ഒരേപോലെയാണ് അല്ലെ. റിസൾട്ട് ഒന്ന് തന്നെ ഇരിക്കും. അപ്പൊ 2gmm ഡിവൈഡ് ബൈ 3r സ്ക്വയർ. 3r ഹോൾ സ്ക്വയർ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? പറയൂ. ആരാ പറയണേ? ആരാ? യമീൻ പറഞ്ഞു തന്നെ. 3r സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്തായി? 3r ഹോൾ സ്ക്വയർ എന്താ? 3r × 3r എത്രയാണ്? പറയൂ. അറിയില്ലെന്നാ? എടാ 3r ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3r × 3r ആണ്. ഓക്കെ, വാട്ട് എവർ. ദെൻ ആദ്യം എന്ത് ചെയ്യണം? 3 × 3 മൾട്ടിപ്ലൈ. 3 × 3 എത്രയാണ്? 9. 6 എത്രയാണ്? 6 × 6 r സ്ക്വയർ. ഇത്ര കഴിയും. ഇനി സ്ക്വയർ ചെയ്യാൻ വേണ്ടി വേറെ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്ത് ചെയ്യണം? രണ്ടിനെയും സ്ക്വയർ ചെയ്യണം. 3 സ്ക്വയർ 9, 6 സ്ക്വയർ r സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എത്ര ചേഞ്ച് ആയി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുള്ള ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. മുമ്പത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏതായാലും gmm/r². അതിന്റെ ഇക്വേഷൻ ആക്കി എടുക്കണം. ബാക്കി ഈ 2 ഫാക്ടേഴ്സ് എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ. ഇപ്പൊ 2/9 ഞാൻ മാറ്റി നിർത്തുന്നു. ബാക്കി എന്താ ഉള്ളത്? gmm/r² ആണെങ്കിൽ കൈവശം കാണിക്കാം അല്ലേ. ഈ സംഭവം എന്താ? ആദ്യത്തെ ഫോഴ്സ് അല്ലേ, ഈ ഫോഴ്സ് അല്ലേ അല്ലേ. ഇപ്പൊ പുതിയ ഫോഴ്സ് എന്തായി? ആദ്യത്തെ ഫോഴ്സിന്റെ 2/9 ആയി. ഇതിന് പകരം എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് നീക്കി എഴുതാം. gmm/r². ഈ gmm/r² ആണ് നമ്മളുടെ ആദ്യത്തെ ഇനീഷ്യൽ ഫോഴ്സ്. അപ്പൊ ഈ gmm/r² പകരം ഞാൻ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി എന്തുണ്ട്? 2/9 എഫ്. അപ്പൊ പുതിയ എഫ് എന്ന് പറയുന്നത് പഴയ ഫോഴ്സിന്റെ 2/9 ആയിട്ട് എന്തായി? കുറഞ്ഞു അല്ലെ. കുറഞ്ഞു എന്നല്ലേ? കുറഞ്ഞല്ലേ വേഗണ? ആണോ അല്ലേ? യെസ്. കാരണം എന്താ കുറയാൻ കാരണം? എന്താ? അടിയിലുള്ള ടൈം കൂടി. അടിയിലുള്ള ടൈം കൂടിക്കഴിഞ്ഞാൽ വാല്യൂ ടോട്ടൽ എന്തായിരിക്കും? കുറയും അല്ലെ. ഡിനോമിനേറ്റർ കൂടി കഴിഞ്ഞാൽ കുറയില്ലേ? അങ്ങനല്ലേ നമ്മൾ പഠിച്ചേക്കണത്? അതെ, കറക്റ്റാണ് കേട്ടോ. യെസ്, കറക്റ്റ് അല്ലേ? ആൻസർ കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടെങ്കിൽ കൈവീശി കാണിക്കാം, റൈസ് ഹാൻഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൈസ് ദ ഹാൻഡ് ചെയ്യാം. യെസ്, വിനായക് പറയൂ. വേണ്ട, നമ്മളിവിടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഫോഴ്സ് എത്രയായിട്ട് ചേഞ്ച് ചെയ്യുന്നതല്ലേ. ഇതിലായാലും ജിയുടെ വാല്യൂ മാറുന്നില്ല. അപ്പൊ പിന്നെ വാല്യൂ ഒക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താ? ഫോഴ്സിൽ എത്ര ചേഞ്ച് ഒന്നും കണ്ടുപിടിച്ചാൽ മാത്രം മതി. അങ്ങനെ ചെയ്യില്ല. കാരണം അതിന്റെ ആവശ്യമില്ല നമുക്കിവിടെ. ആണോ? അപ്പൊ അത് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വാല്യൂ എത്ര ചേഞ്ച് ആയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഹൗ ഡസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചേഞ്ച്? ശരി, ഇവിടെ ചേഞ്ച് ചെയ്തേക്കണത് 2/9 ആയിട്ട് കുറഞ്ഞു. സാർ, അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കൂ. സാർ നിങ്ങോട്ട്. യെസ്, ഫാത്തിമത്ത് പറയൂ.
അടുത്ത ആൾക്കാർ ഇത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞവര് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക കേട്ടോ. യെസ്, പറഞ്ഞോളൂ ഫാത്തിമത്ത്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഒബ്ജക്റ്റ്, അതായത് രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസിൽ ഒരാളുടെ മാസ് എന്തായി? ഡബിൾ ആയി. ഇത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ ചെറിയ എടുത്തെന്ന് മാത്രം. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് എന്തായി? ട്രിപ്പിൾ ടൈംസ് ആയി. ഓക്കെ, അതാണ് ഈ ചേഞ്ച്. ഇനി നമ്മൾ എന്ത് ചെയ്ത്? ഈ ചേഞ്ചസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ മാറുന്നില്ല അല്ലേ? അപ്പോൾ ജി ആദ്യത്തെ മാസം ചേഞ്ച് ആയിട്ടില്ല, രണ്ടാമത്തെ മാസം ചേഞ്ച് ചെയ്ത് അതെന്തായി? 2m ആയി. ദെൻ അതിന്റെ ഡിസ്റ്റൻസ് 3r ആയിട്ട് മാറി. അപ്പോൾ 3r ഹോൾ സ്ക്വയർ എടുത്തു. ദെൻ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, GMM എന്തായത്? 2 അല്ലേ? ഇവിടെ 2 GMM × 2m ആണ്. അപ്പോൾ ഈ 2നെ ഞാൻ ആദ്യം കൊണ്ട് എഴുതി. ഇവിടെ എഴുതിയാലും കണക്കല്ലേ? ചേഞ്ച് ഒന്നും ഇല്ല. 3r ഹോൾ സ്ക്വയർ എന്താ? 9r സ്ക്വയർ അല്ലേ? 3 സ്ക്വയർ 9, r സ്ക്വയർ r സ്ക്വയർ. ബാക്കി അപ്പോൾ 2 GMM/9r സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ 2/9 എന്നുള്ളത് ഒരു പുതിയൊരു ഫാക്ടർ ആയിട്ട് ഞാൻ വേറൊരു മാറ്റി എഴുതി. ബാക്കി എന്താ? GMM/r സ്ക്വയർ, നമ്മുടെ ആദ്യത്തെ ഫോഴ്സ് അല്ലേ? അപ്പൊ GMM/r സ്ക്വയറിന് വരെ ഞാൻ എന്ത് എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലേ? അതല്ലേ ഇനീഷ്യൽ ഫോഴ്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണം. ഇത് ഇവിടം വരെ എഴുതിയാലും കറക്റ്റ് ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. ഇങ്ങനെ എഴുതണം അവസാനം എഫിൻ. അതായത് നമ്മളോട് ചോദിച്ചേക്കണം എന്താ? ഹൗ ഡസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചേഞ്ച് എന്നാണ് കേട്ടോ. ശരി, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് ആരാ? ഗ്യാവിനെ പറയൂ. ഗ്യാവിൻ. ഏതാ മാർക്ക്? ഓ, മാർക്കർ കാണുന്നില്ല. ശരി, ഓക്കെ, റെഡിയാക്കാം. വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An object of mass 15 kilogram is moving with a uniform velocity of 4 meters per second. What is the kinetic energy possessed by the object? ആരാദ്യം ഇക്വേഷൻ പറഞ്ഞുതരും? ഇക്വേഷൻ ആരാ പറഞ്ഞുതരുന്നേ? വിളിക്കൂ സാർ. ഈഡൻ പറയൂ. ഈഡൻ വരൂ. ഏഡൻ അടുത്ത ആൾ വിളിക്കും സാർ. അലൻ. അലൻ കേൾക്കുന്നുണ്ടോ? ആ പറയൂ. എന്താണ് ഡൗട്ട്? എന്താ മോനെ? നേരത്തെ നമ്മൾ 2 വട്ടം പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ശരി. അതല്ല, ഞാൻ ഇപ്പൊ വിളിച്ചത് ഈ ക്വസ്റ്റിന്റെ ആൻസറിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് പറയാനാണ് വിളിച്ചത്. ഹാഫ് mv സ്ക്വയർ അല്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിലെ മാസം തന്നിട്ടുണ്ട്. എത്രയാണ്? ആരാ പറയാ? ഷെസ പറയൂ. ഷെസ, മാസ് എത്രയാണ് ഷെസ? മാസ് 15 കിലോഗ്രാം ആണ്. മാസ് 15 കിലോഗ്രാം. പിന്നെ വേറെ എന്താ തന്നിരിക്കുന്നത്? വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹാഫ് ഇൻറ്റു വി എത്രയാണ്? 4 സ്ക്വയർ ഉണ്ട്. ദെൻ ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ? 16 കട്ടാൻ നമുക്ക് ഈ 2ഉം 4ഉം കട്ട് ചെയ്തൂടെ ആദ്യം. അപ്പൊ 2 വരും. ഓക്കെ, ദെൻ 15 ഇൻറ്റു 2 ഇൻറ്റു 4 വരും അല്ലേ?
Okay, 15 into 2, 30, 30 into 4, 120. Unit? എനർജിയുടെ യൂണിറ്റ് എസ് യൂണിറ്റ് വേഗം പറ ഇല്ലെങ്കിൽ 100 പ്രാവശ്യം ഇമ്പോഷൻ തരിഞ്ഞ മീറ്റർ പെർ സെക്കൻഡാ എനർജിയുടെ യൂണിറ്റ് വേഗം പറ ക്രൈമാണത് തെറ്റിച്ചു കഴിഞ്ഞാ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വേഗം പറ ഇത് ഇവിടെ ആൾക്കാരൊക്കെ യൂണിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നമ്മൾ ഈ ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തു ക്ലാസ്സിലെടുത്തു വേഗം പറ ഇപ്പൊ പറഞ്ഞുള്ള ഒരാള് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വർക്കിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞേ ഡബ്ല്യു വർക്കിന്റെ യൂണിറ്റ് എന്താടാ ഷെസ ഒന്നും പഠിക്കണില്ലേ ആരാടാ പറഞ്ഞു കൊടുക്ക ഷെസ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കണം എന്തായാലും യൂണിറ്റ് അല്ലെങ്കിൽ മറന്നുപോയോ ആരാ മഹാ പറഞ്ഞു കൊടുത്തേ മഹാ യൂണിറ്റ് പറഞ്ഞു കൊടുത്തേ ജൂൾസ് ഇത്ര ഉള്ളു കാര്യം വെരി ഗുഡ് സൂപ്പർ പറയൂ സാർ ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ആരാ പറയാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആര് പറയും യെസ് നമ്മുടെ ജോയലാണ് വന്നിരിക്കുന്നത് ജോയൽ വെൽക്കം ജോയലെ പറഞ്ഞു എനർജി ക്യാൻ neither be created nor be destroyed ബാക്കി it can be എനിക്ക് അറിഞ്ഞൂടാ ഇറ്റ് ക്യാൻ ബി കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ വേണമെങ്കിൽ എഴുതാം ഇത് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ ഇവിടെ വരെ എഴുതിയാലും കറക്റ്റ് ആണ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എഴുതേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ എഴുതിയെന്നുള്ളൂ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് ഓക്കെ ഇനി എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ പെൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയൂ എങ്ങനെയാണ് എനർജിയുടെ സിമ്പിൾ പെൻഡലത്തിന്റെ എക്സ്പ്ലെയിൻ ചെയ്യണത് നമ്മളിത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ക്ലാസ്സിൽ നോട്ടിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ എന്നാലും ഒരാൾ എനിക്ക് പറഞ്ഞു ആരാ പറഞ്ഞുതരാ ജൈവലെ പറഞ്ഞു തന്നെ ജൈവലെ എങ്ങനെയാണ് സിമ്പിൾ പെൻഡിൽ നമ്മൾ ചെയ്തത് വേഗം പറയൂ ക്ലാസ്സിലില്ലായിരുന്നു എന്നാണ് ഇവിടെ ജോയിൻ ചെയ്തത് ആ ദിവസം ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ല ഇല്ല അപ്പോ അതിന്റെ റെക്കോർഡ് വീഡിയോ ഒക്കെ എന്ത് ചെയ്യപ്പോ കാണാന്നാ ക്ലാസ് കഴിഞ്ഞ് നമ്മളുടെ 9th കഴിയാറായി എക്സാമിനെ കാണാന്നാ എപ്പോ ജൈവലിനെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കൂ യെസ് അടുത്ത ആള് അയാനെ അൺമ്യൂട്ട് ചെയ്യാൻ യെസ് പറയൂ സിമ്പിൾ പെൻഡുലം എങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഓസിലേഷൻ ഉണ്ടാവും എന്നിട്ട് അവിടെ എന്താ ചെയ്യുക അവിടുത്തെ ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജി നമുക്ക് എങ്ങനെ മനസ്സിലാകും ഓക്കെ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും
ഓക്കെ, അതിൽ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് അത് പറഞ്ഞാൽ മതി. എന്തൊക്കെ എനർജി ഉണ്ടാവും ഒരു സിമ്പിൾ പെൻഡലത്തിൽ? ഏതൊക്കെ എനർജി അവിടെ ഉണ്ടാവും? വേഗം പറ. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡലം. പറഞ്ഞു. ഒരു സിമ്പിൾ പെൻഡലത്തിൽ ഏതൊക്കെ എനർജികൾ അവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് പറയും. എപ്പോഴാണ് കൈനറ്റിക് എനർജി ഉണ്ടാവണ? ഏതാണ്? മൂന്ന് പൊസിഷൻസ് ഉണ്ടാവും അല്ലേ? ഇതാണ് മാക്സിമം പൊസിഷൻസ്. ഒന്ന്, ഇത് അതിന്റെ മീൻ പൊസിഷൻ, ദെൻ അതിന്റെ വേറൊരു എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ ഉണ്ടാവുന്ന എനർജി ഏതാ? ആണോ? സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലമല്ലേ? ആ, പറയൂ പറയൂ പറയൂ. കൈനറ്റിക് എനർജി ആണോ? ആരാ പറഞ്ഞു കൊടുക്കുക വിശദമായിട്ട്? വിളിച്ചോ സാർ. ആരാ വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം? നിവേദിത ഒന്ന് പറഞ്ഞു കൊടുത്തു. നിവേദിത, ഇവിടെ എന്തൊക്കെ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്? ഏതൊക്കെ എനർജികളാണ് ഇവിടെ നമുക്ക് ട്രാൻസ്ഫോം നടക്കുന്നത്? പറഞ്ഞു. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, രണ്ട് എനർജീസ് ആണ് ഇവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഒന്ന് കൈനറ്റിക് എനർജി, രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി. എവിടെയാണ് കൈനറ്റിക് എനർജി ഉണ്ടാവുക? ഓക്കെ, വേഗം പറയൂ. റെഡിയായോ? ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. ദേവി. ദേവി അൺമ്യൂട്ട് ചെയ്യും. ദേവി ഒന്ന് പറഞ്ഞെന്ന്. നമ്മുടെ നിവേദിത പറഞ്ഞു കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതാണ്. എവിടെയാണ് കൈനറ്റിക് എനർജി, എവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക? കൈനറ്റിക് എനർജി മോഷനിലുള്ളപ്പോൾ. എവിടെയാണ് റെസ്റ്റിലുള്ളത്, എവിടെയാണ് മോഷനിലുള്ളത്? പറയും. സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ അപ്പൊ എന്ത് എനർജി ആയിരിക്കും? ആണോ? സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്തായിരിക്കും? ഇതിപ്പോ മൂവ് ചെയ്യാൻ പോവില്ല, അപ്പൊ എന്തായിരിക്കും എനർജി? കൈനറ്റിക് എനർജി. അതായത് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇതിന് മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും കേട്ടാ. കൈനറ്റിക് എനർജി മാക്സിമം രൂപപ്പെടുന്നത് അതിന്റെ മീൻ പൊസിഷനിലായിരിക്കും. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പൊസിഷനാണ്. അതുകൊണ്ട് ഇവിടെയാണ് കൈനറ്റിക് എനർജിയുടെ മാക്സിമം ഉണ്ടാകുന്നത്. പൊട്ടൻഷ്യൽ എനർജി എവിടാ? അത് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോഴാണ് അതിന് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ഇവിടെയല്ല മാക്സിമം ഹൈറ്റ് വരുന്നത് അല്ലേ? ഇതെവിടെയാ? റസ്റ്റില്ല. റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തുമ്പോഴാണ് അതിന് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് മീൻ പൊസിഷനിലായിരിക്കും കേട്ടോ. അപ്പോ മീൻ പൊസിഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്ന സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് മീൻ പൊസിഷൻ. അവിടെ നമുക്ക് മോഷൻ തുടങ്ങാൻ പോകുന്ന സ്ഥലമാണ്. അവിടെയല്ലേ കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ. വേറെ എവിടെയെങ്കിലും കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? അപ്പോൾ ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി. മാക്സിമം കൈനറ്റിക് എനർജി അറ്റൈൻ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് മീൻ പൊസിഷനിലായിരിക്കും. അപ്പോൾ മീൻ പൊസിഷനിൽ ഇതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവും. At mean position it have maximum kinetic energy. At extreme positions എന്തായിരിക്കും? മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ, എനർജി ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ ആയെങ്കിൽ കൈവീശി കാണിക്കാം. ക്ലിയർ ആയെങ്കിൽ കൈവീശി കാണിക്കാം. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരാ? ഇഹാൽ, പറയൂ ഇഹാൽ. നമ്മളൊരു സിമ്പിൾ പെന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും, മീൻ പൊസിഷൻ നിന്നായിരിക്കും. ഇവിടെ നിന്നാണ് മീൻ പൊസിഷൻ എന്നല്ലേ ഒരു
ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഇത് ഒരു സിമ്പിൾ പെന്നിൽ റെസ്റ്റിലിരുന്ന അത് ഇവിടെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനൊരു നമ്മളൊരു വെലോസിറ്റി കൊടുക്കുന്നു, പോകുന്നു, ദെൻ തിരിച്ചു വരുന്നു, അതിൻ്റെ നെഗറ്റീവ് എക്സ്ട്രീമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഒരു പെൻഡുലത്തിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഞാനിവിടെ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാത്ത്. ദെൻ തിരിച്ചത് നെഗറ്റീവിലേക്ക് വരുന്നു, വീണ്ടും തിരിച്ച് അതിൻ്റെ മെയിൻ പൊസിഷനിൽ ഒന്ന് റെസ്റ്റ് ആവും. ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ പാത്ത്. യെസ്. അടുത്ത ആള് ലക്ഷ്മി, പറയൂ ലക്ഷ്മി. This is the mean position. That is the starting point of the simple pendulum. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് ഉണ്ടാവും, ഒരു ബോബ് ഉണ്ടാവും, ഒരു മെറ്റൽ ഹോൾ. ദാറ്റ് ഈസ് എ ബോബ്. കണ്ടിട്ടില്ലേ സിമ്പിൾ പെൻഡുലം? ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലായിരിക്കും അതിന് ഒരു വെലോസിറ്റി കിട്ടുന്നത് അല്ലേ? വെലോസിറ്റി കിട്ടുന്നതല്ലേ മൂവ് ചെയ്യുള്ളൂ, ആണോ? യെസ്. അപ്പോൾ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും അതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്. ദെൻ അത് മൂവ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ, അതായത് മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ നമുക്ക് ഉണ്ടാകുന്ന എനർജി എന്താ? ആ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. കാരണം മാക്സിമം ഹൈറ്റിൽ മാക്സിമം പൊട്ടൻഷ്യൽ. ഓക്കെ, ശരി, ഒന്നുകൂടി പറയാം. ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന് മാക്സിമം ഒരു വെലോസിറ്റി കിട്ടിയിട്ട് അത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കില്ല ഇവിടെ. ദെൻ മൂവ് ചെയ്യുന്നു, അത് മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്നു. ഇതാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്. പിന്നെ അത് മൂവ് ചെയ്യില്ലല്ലോ, അങ്ങോട്ട് മൂവ് ചെയ്യില്ല. അപ്പോൾ അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല, അത് മാക്സിമം ഹൈറ്റിലെത്തി. അപ്പോൾ ഉണ്ടാകുന്ന എനർജി എന്താ? അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ ആ ഒരു പോയിന്റിൽ. ദെൻ പിന്നെ തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ മാത്രം അതിന് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് എഗെയിൻ കൈനറ്റിക് എനർജി മാക്സിമം ആവും. എഗെയിൻ കൈനറ്റിക് എനർജി കുറഞ്ഞ് വീണ്ടും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വീണ്ടും തിരിച്ചു വരും. ഇതാണ് ഇതിന്റെ പാത്ത്. അതെ, ബോളിൽ നടക്കുന്നത് സെയിം കാര്യം തന്നെയാണ് ഈ ഒരു സംഭവം. യെസ്. അതായത് എനർജി ട്രാൻസ്ഫർമേഷൻ ആണ്. അതായത് എനർജിയുടെ എന്താ പറയാ, ഒരു എനർജി വേറൊരു ഫോമിലിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈക്വൽ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദേവി ഡൗട്ടാണോ? ഡൗട്ടാണെങ്കിൽ പറയൂ. കഴിഞ്ഞവർക്ക് വേണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തോന്നുന്നു. കഴിഞ്ഞവരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ദേവിക്ക് ഡൗട്ടല്ല. ആരാ? ഭാഗ്യശ്രീ, പറയൂ ഭാഗ്യശ്രീ. ഓക്കെ, അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ എനർജി ട്രാൻസ്ഫർമേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. അതായത് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഡെഫിനിഷൻ. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിൽ എങ്ങനെയാണ് ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ അതിനൊരു ത്രെഡ് ഉണ്ടാവും, ആ ത്രെഡിൻ്റെ അടുത്ത് ഒരു ബോബ് ഉണ്ടാവും, അതൊരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. കാരണം വെലോസിറ്റി അവിടെ ആയിരിക്കും മാക്സിമം ഉണ്ടാവുന്നത് അല്ലേ? നമ്മൾ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വെലോസിറ്റി കൊടുക്കുന്നു. അപ്പോൾ അതിന് മാക്സിമം കൈനറ്റിക് എനർജി അറ്റൈൻ ചെയ്യുന്നു. ദെൻ അത് തിരിച്ച് എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്നു. ആ പോയിന്റിൽ അത് റെസ്റ്റിലാവും അല്ലേ? പോയിന്റിൽ എന്താ മൂവ് ചെയ്യില്ല. മാക്സിമം പോയിന്റിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മൂവ് ചെയ്യില്ല, ഇനി മുകളിലേക്ക് മൂവ് ചെയ്യില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? മാക്സിമം ഹൈറ്റിലെത്തി. അപ്പോൾ അതിന് എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ദെൻ തിരിച്ച് കൈനറ്റിക് എനർജി മാക്സിമം ആവും, തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും വരും. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. അപ്പം ഇങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് സിമ്പിൾ പെൻഡുലത്തിൽ. ക്ലിയർ അല്ലേ? യെസ്. ഫാത്തിമത്തെ പറയൂ. ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യൂല കേട്ടോ, 3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യും. കേട്ടില്ല. തേഴ്സ്ഡേ എന്താ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തത്? നമുക്ക് റിവിഷൻ ക്ലാസ്സുകളല്ലേ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത് കേട്ടോ. ശരി, ഇനി ആർക്കെങ്കിലും ഇല്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ഡസ് എ ബഫല്ലോ ഫീൽ ലൈറ്റർ വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ പോണ്ട്? ചെറിയ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞുതരൂ, ആരാ പറഞ്ഞുതരാ? അനുഷ്ക പറയൂ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? അതായത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കേൾക്കട്ടെ.
വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് അപ്വേർഡ് ത്രസ്റ്റിന്റെ പേരെന്താ? ബോയന്റ് ഫോഴ്സ്. വെരി ഗുഡ്. ദെൻ പിന്നെന്താ പറയുന്നത്? ഓക്കെ, ശരി. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് ആയിരിക്കും അതിലുണ്ടായ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്, അല്ലേ? നമ്മളോട് ചോദിച്ചാൽ എന്താ? വൈ ഡസ് ഫീൽ ലൈറ്റർ വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ പോട്ട്? എന്താ? ബോയിന്റ് ഫോഴ്സ് ആയതുകൊണ്ട് വെയിറ്റ് മിനിമൈസ്ഡ് ആവും, അല്ലേ? ഇതാണ് നമ്മളുടെ ബഫല്ലോ. എനിക്ക് ബഫലോനൊന്നും വരയ്ക്കാൻ അറിയില്ല കേട്ടോ. ഓക്കെ, വാട്ട് എവർ. അപ്പൊ ഇതൊരു പോണ്ടിലേക്ക് വീഴുന്നു, അല്ലേ? ഓക്കെ, ഈ പോണ്ടിലേക്ക് വീഴുമ്പോൾ ബഫലോന്റെ വെയിറ്റ് എപ്പോഴും താഴേക്കായിരിക്കും, അല്ലേ? എല്ലാത്തിൻ്റെയും വെയിറ്റ് താഴേക്കല്ലേ? ഗ്രാവിറ്റേഷണൽ വെയിറ്റ് എങ്ങനെയാ? താഴേക്കാണ്. ബോയിന്റ് ഫോഴ്സ് എങ്ങോട്ടാ? അപ്വേർഡ്സ് ആണ്, അല്ലേ? ഇപ്പം ഈ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഈ വെയിറ്റ് മിനിമൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത്? ബഫല്ലോ ഫീൽ ലൈറ്റർ. കേട്ടാ? എഴുതിക്കോ. ഡ്യൂ ടു ബോയന്റ് ഫോഴ്സ് acting in the upward direction. Due to buoyant force acting in the upward direction, the buffalo feels lighter. Due to the buoyant force acting upwards, the buffalo feels lighter in weight. ആരാത്? ആദിത്യരാജ്. പറയൂ ആദിത്യരാജ്. കേട്ടില്ല. ഒന്നുകൂടി പറയണം. ഓക്കെ, അതായത് മോനെ നമ്മള് ഒരു ബോഡി ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു ഫോഴ്സ് ആണ് ബോയന്റ് ഫോഴ്സ്. അതെപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്, അല്ലേ? അത് താഴേക്കും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മുകളിലേക്കും താഴേക്കും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് മിനിമൈസ് ചെയ്തിട്ടാണ് ആ ബഫലോടെ വെയിറ്റ് അവിടെ ഫീൽ ചെയ്തത്. ഓക്കെ, ഇത്ര ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കൈ വീശി കാണിച്ചേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ആൻസർ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ. എന്താടാ റെസ്പോൺസ് വേണം എനിക്ക്. നമ്മൾ റിവിഷൻ ക്ലാസ് ആണ്, ഉഷാറായിട്ടിരിക്കണം, എല്ലാവരും പമ്പപ്പായിട്ടിരിക്കണം. യെസ്, ഒന്ന് ചാടി എഴുന്നേറ്റെ, എല്ലാവരും ചാടി എഴുന്നേറ്റെ. പെട്ടെന്ന്. യെസ്, എല്ലാവരും ചാടി എഴുന്നേക്കാട്ടോ. എല്ലാവരും ചാടി എഴുന്നേക്കാം. യെസ്, കൈയൊക്കെ ഒന്ന് ഈ മുട്ടിലേക്ക് വെച്ച്, ഷോൾഡറിലേക്ക് വെച്ചേ. കൈ രണ്ടും ഷോൾഡറിലേക്ക് വെക്കുക. എല്ലാവരും എഴുന്നേറ്റേ. ഇരിക്കുന്നവരാരും ഞാൻ ക്ലാസ് ഇരുത്തുന്നതല്ല, പുറത്താക്കുന്നതാണ്. ഏബലെ സീറ്റിൽ എഴുന്നേക്ക്. ഓക്കെ, കൈ രണ്ടും ഷോൾഡറിലേക്ക് വെക്കൂ. ഒരു 5 പ്രാവശ്യം മുമ്പിലേക്ക് ഇറക്കൂ. 5 പ്രാവശ്യം മുമ്പിലേക്ക് റൗണ്ട് ചെയ്യുക. ഓക്കെ, കൈ ഓടിക്കരുതട്ടാ, സ്പീഡിലേക്ക് ഇറങ്ങി. നിഖിൽ സാറാണ് കൈ ഓടിച്ചെന്ന് പറയരുത്, എക്സാം ഒക്കെ വരുന്നത്. ബാക്കിലേക്ക് ഒരു 5 ടൈംസ്. അടുത്തൊരു ബാക്കിലേക്ക് 5 ടൈംസ്. യെസ്. ഓക്കെ. ഇനി കൈ രണ്ട് നേരെ പിടിക്കുക. കൈ രണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിലേക്ക് കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗിലേക്ക് കൊടുക്കുക. ഒരു 5 ടൈംസ് ചെയ്തേ. ഓപ്പോസിറ്റ് ആണ് ട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടല്ല. ജോലെ തെറ്റാണ് നീ ചെയ്യണത്. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗിലേക്ക്. ഓക്കെ, എല്ലാവരും ഒന്ന് മുട്ടിന് വളയാതെ ചെയ്യണം കേട്ടാ. മുട്ടൊക്കെ വളയാതെ ചെയ്യണം. ഏബല് ഫേക്ക് കാണിക്കണം അവിടെ. ഓക്കെ. ഇനി ഒരു 5 ജമ്പിങ് ജാക്സ് കൂടെ, 5 ജമ്പിങ് ജാക്സ് കൂടെ. പെട്ടെന്ന് 5 ടൈംസ്. ഏബല ഞാൻ വീട്ടിൽ വരുന്നുണ്ട് കേട്ടാ, ചെയ്യിപ്പിക്കാം. ഓക്കെ, കഴിഞ്ഞവർക്കൊക്കെ ഇരിക്കാം. യെസ് സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ പെയർ ഓഫ് ബുള്ളോക്സ് exerts a force of 140 Newton on a plow. The field being plowed is 15 meter long. How much work is done in plowing in the length of the field?
യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. എ പെയർ ഓഫ് ബുള്ളോക്സ് എക്സെർട്സ് എ ഫോഴ്സ് ഓഫ് 140 ന്യൂട്ടൺ ഓൺ എ പ്ലോ. The field being plowed is 15 meter long. How much work is done in plowing the length of the field? പറയൂ. Again back to ഏത് ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം? ആരാ പറഞ്ഞുതരാം? ധ്യാൻ പറയൂ. ധ്യാൻ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. യെസ്, ഫോഴ്സ് എത്രയാണ് ഇവിടെ? Force is the 140 Newton, 140 Newton. Then, ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 15 മീറ്റർ ആണ്. യെസ്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. 140 2100. ആൻസർ വരെ കിട്ടി. 2100 യൂണിറ്റ് ജൂൾസ്. വെരി ഗുഡ്. Sure. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കാം. An electric bulb of 60 watt is used for 6 hours per day. Calculate the units of energy consumed in 1 day by the bulb. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? പെട്ടെന്ന് പറഞ്ഞത് എനിക്ക് ആരാ പറഞ്ഞുതരാ? ആരാ? റീഹാൻ, അൺമ്യൂട്ട് ചെയ്യൂ റീഹാനെ. പറയൂ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? എനർജിന്റെ ഇക്വേഷൻ. ഏത് എനർജിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജിക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. സിക്സ്റ്റി വാട്ടാ എനർജിയുടെ ഇക്വേഷൻ? എനർജിയുടെ യൂണിറ്റ് എന്താ? ജൂൾസ്. ഇവിടെ വാട്ട് എന്നല്ലേ നോക്കണം, അത് എനർജിയുടെ യൂണിറ്റ് ആണോ? വർക്കിന്റെ യൂണിറ്റ് വാട്ടില്ല പറയാറ്. ഇപ്പോ വേഗം പറ റീഹാനെ, എന്താണ് പഠിക്കുന്നില്ല ഒന്നും വീട്ടിലിരുന്ന്? പറയൂ. ഹിൻഡാ, ഇതെന്താണിത്? എടാ ഹിൻഡ് ദേ ഇതാണ് വാട്ട്. അതാണ് അതിന്റെ ഹിൻഡ്. അതായത് ഈ യൂണിറ്റ് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയൊന്ന്. എനർജി പഠിച്ചു, വർക്ക് പഠിച്ചു, പിന്നെ എന്തൊക്കെ പഠിച്ച്? പറ വേഗം പറയൂ റിഹാനെ.
ഇവിടെ ആൾക്കാർ ചാറ്റിലൊക്കെ ഇടാൻ തുടങ്ങി. ആരാ റിഹാന് വേണ്ടി പറഞ്ഞു കൊടുക്കുക? റിഹാൻ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കേണ്ടി വരും കേട്ടോ പറഞ്ഞു തരുമ്പോ, കാരണം അവർക്കുള്ളത് ഒരു ബെനിഫിറ്റ്. യെസ്, പറയൂ. ഫാലിഹെ പറഞ്ഞു കൊടുക്കൂ. എന്താണ് ഫാലിഹെ ഇവിടെ തന്നിരിക്കുന്നത്? പവർ. പവർ പവർ വരട്ടെ. റിഹാനെ പവർ വരണം. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് കേട്ടോ. അപ്പൊ പവർ ഈക്വൽ ടു എത്രയാണ്? 60. ഹലോ സാലിഹെ, ഫാലിഹെ പറയൂ. 60 വാട്ട് അല്ലെ? പവർ ഈസ് ഈക്വൽ ടു 60 വാട്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നേ? ടൈം എത്രയാണ്? ടൈം 6 അവർ. 6 അവർ. കണ്ടുപിടിക്കേണ്ടത് എന്താ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏതാ? അതൊക്കെ ചെയ്യാം. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം പറ. വർക്ക്. വർക്കാണോ? ഓക്കെ, വർക്ക് അല്ലെങ്കിൽ എനർജി, വാട്ട് എവർ, എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? വർക്ക് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? പവർ ഇൻറ്റു ടൈം. പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്തായിരുന്നു? പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം ആയിരുന്നു അല്ലേ? അപ്പോ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് പവർ ഇൻറ്റു ടൈം. നീക്കി എഴുതാം. ഓക്കെ, എന്തായിരുന്നു? പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് വർക്ക് ഡിവൈഡ് ബൈ ടൈം ആയിരുന്നു. ദെൻ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ പവറിന്റെ ടൈമിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ വരും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും? പവർ ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? അവറിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അവറിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. എത്രയാണ് പറഞ്ഞോ? ഹലോ, ആരാ പറഞ്ഞുതരാ അവറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? അർപ്പിത പറയൂ. അർപ്പിത, ഒരവർ എത്ര സെക്കൻഡ് ആണ്? ആദ്യം പറയൂ. 1 hour 60 seconds. എവിടെയാണ് പഠിച്ചത് നീ? 1 minute 60 seconds. 1 hour എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര സെക്കൻഡ് ആയിരിക്കും? മിനിറ്റാ? സെക്കൻഡ്സിലേക്ക് പോകൂല അത് അവറിന്? കൺഫ്യൂഷൻ അടിച്ചു. 1 hour 60 minutes അല്ലേ? ഒരു മിനിറ്റ് 1 minute എത്ര? 60 seconds. ഇനി 1 hour എത്ര സെക്കൻഡ്സ് ആണെന്ന് പറ. 1 hour എത്ര സെക്കൻഡ്സ് ആണെന്ന് പറ. പെട്ടെന്ന് പറ. ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പൊ 60 മിനിറ്റ് എത്ര സെക്കൻഡ്സ് ആയിരിക്കും? ഒരു മിനിറ്റ് 60 സെക്കൻഡ്സ്. അപ്പൊ 60 മിനിറ്റ്സ് എത്ര സെക്കൻഡ്സ് ആയിരിക്കും? എടാ 1 hour 60 minutes ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? 1 minute 60 സെക്കൻഡ് ആണെന്ന് അറിഞ്ഞൂടെ? അറിയാം. അപ്പൊ 60 മിനിറ്റ് എത്ര സെക്കൻഡ്സ് ആയിരിക്കും? ഒരു മിനിറ്റ് 60 സെക്കൻഡ്. 60 മിനിറ്റ് എത്ര സെക്കൻഡ്സ് ആയിരിക്കും? ഒരു ചോക്ലേറ്റിന്റെ വില 5 രൂപ. അപ്പൊ 5 ചോക്ലേറ്റിന്റെ വില എത്രയായിരിക്കും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താ പോരെ? ഓ പറയൂ. 60 into 60 അല്ലേ? ഒരു ചോക്ലേറ്റിന്റെ വില 5 രൂപയാണെങ്കിൽ 5 ചോക്ലേറ്റ്സിന്റെ വില 5 into 5 ആണ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പൊ 60 മിനിറ്റ് എന്ന് പറയുന്നത് 60 into 60. അത്രയും ബ്രെയിൻ വേണ്ട. കുറച്ച് ഒരു 0.00001% ബ്രെയിൻ മതി ഇത് ചിന്തിക്കാൻ കേട്ടാ. വേഗം പറ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പറ. അപ്പൊ എത്ര സെക്കൻഡ്സ് ആയിരിക്കും? അതൊക്കെ അറിയാപ്പ. ഇത് പറയാനാണ് പ്രയാസം അല്ലേ? 60 into 60 3600.
ഓക്കെ, ഇനി പറ 6 അവർ എത്ര? ഇത് 1 അവർ ആണ്, 3600 സെക്കൻഡ്സ്. 6 അവർ എത്ര ആയിരിക്കും അപ്പോൾ? ഇൻറ്റു 6. വേഗം പറ, എത്രയാണ് വാല്യൂ? 6 ഇൻറ്റു 3600. 21,600. 6 ഇൻറ്റു 3600, ദാറ്റ് ഈസ് 21,600. അത്രയും സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ വന്നില്ല, വർക്കിന്റെ വാല്യൂ കിട്ടിയിട്ടില്ല. വേഗം പറയും വർക്കിന്റെ വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വർക്ക് ഇസ് ഈക്വൽ ടു എത്രയാണ്? പവർ ഇൻറ്റു ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. W is equal to 60 into 21600. 21600. എത്രയാണ് പറഞ്ഞോളൂ. മെമ്മറി ലോഡ് ആവട്ടെ എന്ന്. എത്ര? 18. ആണോ? കറക്റ്റ് ആണോ? ചെക്ക് ചെയ്യണോ ഞാൻ? വൺ 1596 അല്ലേ? സോറി, 1296 അല്ലേ? 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 ആണോ? ആണെങ്കിൽ കൈവീശി കാണിക്കാം. എത്ര സീറോ കൊടുക്കണം? 3 സീറോ കൊടുക്കണം. യൂണിറ്റ് വാട്ടാ? വർക്കിന്റെ യൂണിറ്റ് ജൂൾ. വേറെ ഏതെങ്കിലും യൂണിറ്റിൽ ഇതിന്റെ ആൻസർ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. വേറെ ഏതെങ്കിലും യൂണിറ്റിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവീശി മുന്നിലേക്ക് വരാം. വേറെ ഏതെങ്കിലും യൂണിറ്റിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നിലേക്ക് വരാം. യെസ്, വരൂ, വിളിക്കൂ സാർ. ജോയലെ പറയൂ. ആ, എനിക്ക് 0.36 യൂണിറ്റ് കിട്ടി. 0.36 യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് യൂണിറ്റ്? അതേതാ? ആ യൂണിറ്റിന്റെ പേര് പറ. യൂണിറ്റ് പറ. ജൂളൊന്നുമല്ല, ജൂളിലുള്ള വാല്യൂ ആണിത്. വാട്ട് ഈസ് ദാറ്റ്? എനർജിയാ? ആ എനർജിയുടെ യൂണിറ്റ് എന്താന്നാ പറയണ? നമ്മുടെ വീട്ടിലൊക്കെ എനർജിയുടെ യൂണിറ്റ് വരുന്നത് ഏതിനാണെന്ന് നോക്കി. ആരാണിത്? പേരെന്താ? ജോയിലല്ലേ? ജോയില് എവിടെ? നാട്ടിലാണോ അബ്രോഡ് ആണോ? ഗൾഫിലാണ്. ഗൾഫിലാണെങ്കിലും എനർജി കൺസ്യൂം ചെയ്യുന്നത് ഈ യൂണിറ്റ് തന്നെയാണ്. കിലോ വാട്ട്? കിലോ വാട്ട്? കിലോ വാട്ട്? ഫുള്ള് പറ. കിലോ വാട്ട് മാത്രമല്ല. എടാ, ഒരാൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേടാ. അല്ല, ഹന്ന പറഞ്ഞു കൊടുത്തേ, ഏതാണ് യൂണിറ്റ്? കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. കിലോ വാട്ട്? ഹെച്ച് എന്ന് പറഞ്ഞ അവർ കേട്ടോ. കിലോ വാട്ട് അവർ കേട്ടോ. കിലോ വാട്ട് എച്ച് അല്ല, കിലോ വാട്ട് അവർ. ഓക്കെ, എച്ച് സ്റ്റാൻഡ്സ് ഫോർ അവർ എന്നാണ് കേട്ടോ. അതിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ വാട്ടിനെ എന്ത് ചെയ്യണം? കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, വാട്ടിനെ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻ കിലോ വാട്ട് അവറിലേക്കുള്ള അതും ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. ഓക്കെ, അതിനാദ്യം എന്ത് ചെയ്യണം? യൂണിറ്റ് എന്ത് ചെയ്യണം? കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അതിനെന്ത് ചെയ്യുക? ആരാ പറഞ്ഞുതരാ? വിളിച്ചാളെ തന്നെ വിളിച്ചോളൂ. ഹനയെ തന്നെ വിളിച്ചോ. ഹന ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യണം? പവറിന് എന്ത് ചെയ്യണം? Power is equal to 60 by 1 to 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ? കിലോയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 0.06 അത്രയും കിലോ വാട്ട് കേട്ടാ. 0.06 കിലോ വാട്ട്. പവർ ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 1000, ദാറ്റ് ഈസ് 0.06 കിലോ വാട്ട്. ദെൻ ഇനി അവറിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.06 ഇൻറ്റു അവർ എത്രയാണ്? 6 അവറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.36 kWh. ഇത്രയുള്ള ആൻസർ. സാർ ഒന്ന് നീക്കി കൊടുക്കുക. ബോർഡൊന്ന് കുറച്ച് നീക്കാൻ പറ്റുമോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞവരെ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതിലെ ടോപ്പിക്സ്, ഗ്രാവിറ്റേഷനിലെ വർക്ക് എനർജി ടോപ്പിക്സുകളൊക്കെ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. തിയറി പോർഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇതുവരെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസുകൾ, പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു. ഡൗട്ട് ആർക്കുള്ളേ? ആർക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്തോളാം ഇതിൻ്റെ ഇടയിൽ കൂടെ. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. ബാക്കിയുള്ളവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സാർമാർ യെസ്, ഡൗട്ടുള്ള രണ്ടുപേരെ വിളിച്ചോളൂ സാർ. വിനായക് പറയൂ. വിനായക്.